ആ സമയത്ത് 1905 to 1963 ചാലക്കുടിയുടെ ഫോറസ്റ്റും അവിടെ നടന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പഠനം നടത്തിയിരുന്നു. ഫോറസ്റ്റ് 3000 അടി ഉയരത്തിലേക്ക് ഫോറസ്റ്റ് പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കാടിന്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു റെയിൽവേ പാത ഒരുക്കുന്ന അലൈൻമെന്റ് ഒരുക്കുന്ന ബുദ്ധിമുട്ട് അന്നത്തെ അധികാരികൾക്ക്, ബ്രിട്ടീഷ് കാലഘട്ട അധികാരികൾക്ക് അവർ അനുഭവപ്പെട്ടിരുന്നു. അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് അവിടെയുള്ള ഈ അലൈൻമെന്റ് ശരിയാക്കുക എന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാടിനുള്ളിൽ അന്ന് ഫോറസ്റ്റിൽ താമസിച്ചിരുന്ന കാടിന്റെ മക്കൾ ആയിട്ടുള്ള കാടർ കമ്മ്യൂണിറ്റിയാണ് ഓൾമോസ്റ്റ് അവരാണ് അതിന്റെ കംപ്ലീറ്റ് അലൈൻമെന്റും ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തവരാണ്. അവരൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കും. പക്ഷേ ഒപ്പം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായത് ഇവരെ അവരുടെ ഒറിജിനൽ പ്ലേസിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നു. അതും അവരുടെ ഒറിജിനൽ ആവാസ അവസ്ഥയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഇതുമായി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. അതൊരു ചേഞ്ച് കാണുന്നു. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം കണക്ട് ചെയ്യുന്നത് 1924 1999 വെള്ളപ്പൊക്കം കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ പുതുതലമുറ കേട്ടിട്ടുണ്ടാവുന്നില്ല. 1924 വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2018 നമ്മൾ കണ്ടിട്ടുള്ളൂ. ബട്ട് 100 പോയിരുന്ന കാട്ടിൽ കൂടെ പോയിരുന്ന മേജർ ആയിട്ടുള്ള ബ്രിഡ്ജുകളെല്ലാം തന്നെ ഒലിച്ചു പോയത്. അത്ര ഹെവി റെയിനാണ് അന്നുണ്ടായത്. അപ്പോൾ കാടിനെ ഒരുപാട് മനുഷ്യൻ നടത്തിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനെ പ്രകൃതി തന്നെ അതിനെ എടുത്തു മാറ്റുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ കാടിനെ സംരക്ഷിക്കേണ്ട നമ്മൾ തന്നെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻസും ഒക്കെ ചെയ്തു പോയത്. ബട്ട് ഓരോ സമയത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു പുഴ സംരക്ഷണ സമിതിയും ഇന്നല്ലാതെ അതിനൊക്കെ ഒരുപാട് കാടിനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിച്ച ലതാ അനുസ്മരണം ഇവിടെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഈ മനുഷ്യർ അവർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു നോക്കിയിരുന്നു. അവരുടെ തോന്നുന്നു ഒരു പുഴയെ പോലെ തന്നെ പുഴയോടൊപ്പം ജീവിച്ച് ചിന്തിച്ച് മരിച്ചു പോയ വ്യക്തി. തോന്നുന്നു ഇനിയുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയൊരു മോഡൽ തന്നെയാണ്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ഇങ്ങനൊരു അനുസ്മരണം നടത്താനും ഒരു പുതിയ തലമുറയെ ഒന്ന് അവബോധം കൊടുക്കുന്നത് തന്നെ ഗ്രേറ്റ് എഫേർട്ട്. ഐ ഹാവ് എ റിക്വസ്റ്റ് ടു ന്യൂ ജനറേഷൻ, ജെൻ സി കിഡ്സ്. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇന്ന് ഇരിക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി ഏജിലായ ആൾക്കാരാണെന്ന് പറയാം, ചെറുപ്പമാണെങ്കിൽ പോലും. പക്ഷെ ഈ അവയർനെസ് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസും അനുസ്മരണ സമ്മേളനമൊക്കെ നടക്കുകയാണ്. സോ ഐ ഹാവ് എ റിക്വസ്റ്റ് ടു ഓൾ ദി സ്റ്റുഡൻസ് ഹു ആർ സിറ്റിംഗ് ഹിയർ, ഫ്രം ഈവൻ കോളേജ് സ്റ്റുഡൻസ് ആർ ഹിയർ, ഡിഫറെന്റ് സ്കൂൾസ് ആർ ഹിയർ, ബട്ട് യു ഹാവ് ടു ഇനിഷ്യേറ്റീവ്. നിങ്ങളാണ് ഇനിഷ്യേറ്റ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു യുദ്ധം എന്ന് ഞാൻ പറയാം, ഇതൊക്കെ ഒരു പോരാടുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നടന്നൊരു വാറാണ് ഇതിൽ. ഒപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഇങ്ങനെയുള്ള അറ്റംപ്റ്റ്, നിങ്ങളുടെയൊക്കെ ഇനീഷ്യേഷൻസ് റിയലി വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ നിസ്സാര കുറച്ച് വർഷങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളോട്, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോപ്പറായിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് തന്നെ ഓരോരോ അതിന്റെ സ്ഥാനങ്ങളിൽ അത് ഡിസ്പോസ് ചെയ്യണം. സ്പെഷ്യലി പ്ലാസ്റ്റിക് വേസ്റ്റ്. അതുകൊണ്ട് കുട്ടികള് നിങ്ങൾ എവിടെ ഏത് സാഹചര്യം, സ്കൂളിലാകാം, ഇപ്പം നിങ്ങൾ വീടുകളിലാകാം, or any other institutions or any public places, wherever you go, എവിടെയാണെങ്കിലും വേസ്റ്റ് ഡിസ്പോസിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇത്ര പേരെങ്കിലും ചെയ്യുകയാണെങ്കിൽ that will be great. So we also participate in the efforts of the protection of our nature. അപ്പോൾ ഇതിലൊരിക്കൽ കൂടെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പുതിയ തലമുറയിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്ന ഈ അവബോധം കൂടുതൽ ശക്തിയുള്ളതായി തീരട്ടെ. ഇനിയും പുതിയ ആളുകളും കുട്ടികളെല്ലാവരും ഈ എഫേർട്സിലേക്ക് വരട്ടെ എന്നുള്ളതും ആഗ്രഹിക്കുന്നു.
എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രകൃതിയെയും പുഴയെയും സംരക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. ഈ പ്രതിജ്ഞ എടുക്കുന്ന പ്രതിജ്ഞ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളായാലും, നമ്മുടെ വീടുകളിലായാലും എവിടെയാണെങ്കിലും ഈ പ്രകൃതിയെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഇൻവോൾവ് ചെയ്യണം. നിങ്ങളായിട്ട് ചെറിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. ഒപ്പം തന്നെ ഇങ്ങനെ ഈ സംരക്ഷണത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ വലിയൊരു സംരക്ഷണ സമിതിയുടെ എഫേർട്സിനെ വി ഓൾ ടുഗെദർ അപ്രീഷിയേറ്റ് ആൻഡ് വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഇത്രയും വാക്ക് പറഞ്ഞുകൊണ്ട് ഈ ഔദ്യോഗിക സമ്മേളനവും ഒപ്പം തന്നെ ഈ അവസരത്തിൽ ലത അനുസ്മരണം നടത്തുന്ന, അല്ലെങ്കിൽ അവരൊക്കെ വലിയൊരു മാതൃകയാണ്. ഒരു വലിയൊരു ഗോൾഡൻ ഫെദറാണ് നമ്മൾ മുന്നിൽ ഇട്ടിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗോൾഡൻ ഫെദർ നമ്മളത് ആവഹിക്കണം, അതെടുത്ത് അത് തുടരണം. അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ തുടരാൻ വി ഓൾസോ ഹാവ് എ റൈറ്റ്, വി ഓൾസോ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു കണ്ടിന്യൂ. ഈ അവസരത്തിൽ അവരെയും നന്ദിയോടെയും ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ